Hi students, welcome to X and Y NSMC classes. അപ്പോൾ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എല്ലാവരും രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചെയ്യാത്തവർ വേഗം പോയി ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലെ ക്ലാസ് 8 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോഴ്സ് ആൻഡ് പ്രഷർ. NSMCക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസും തിയറീസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആക്ട് വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. അത് കറക്റ്റ് ആണ് അല്ലെ. ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, സച്ച് ആസ് ഫ്രിക്ഷൻ ആൻഡ് മാഗ്നറ്റിസം. തെറ്റാണ്. മാഗ്നറ്റിസം ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, പക്ഷേ ഫ്രിക്ഷൻ അല്ല. ഫ്രിക്ഷൻ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, കോണ്ടാക്ട് ഫോഴ്സസ് റിക്വയർസ് ഫിസിക്കൽ ടച്ച് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ലൈക്ക് ഗ്രാവിറ്റി ആൻഡ് ടെൻഷൻ. അഗെയിൻ കോണ്ടാക്ട് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ശരിയാണ്, പക്ഷേ ഗ്രാവിറ്റി എന്തല്ല, ഒരു നോൺ കോണ്ടാക്ട്, ഗ്രാവിറ്റി ഒരു കോണ്ടാക്ട് ഫോഴ്സ് അല്ല. ഓക്കെ, ഗ്രാവിറ്റി ഈസ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. മാഗ്നറ്റ് അട്രാക്ടിങ് അയൺ ആൻഡ് ആപ്പിൾ ഫോളിംഗ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ്. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലെ. ആപ്പിള് താഴോട്ട് വീഴുന്നത് ഏതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, വിച്ച് ഈസ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സ് അതും നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആൻഡ് ബി ഇൻകറക്റ്റ് ആണ്, കാരണം അതിന്റെ എക്സാമ്പിൾസ് തെറ്റാണ്. ഓക്കെ, സോ അതിൽ കുറച്ച് നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾ ഈ നോൺ കോണ്ടാക്ട് ഫോഴ്സിൽ ഒന്ന് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, അതുപോലെ ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സുകളാണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. നമ്മൾ തലയിൽ പെന്നൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് മെല്ലെ ഒരു പേപ്പറിന് അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ ആ പേപ്പർ അട്രാക്ട് ചെയ്യപ്പെടും. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ് ആണത്. ഓക്കെ, ചാർജുകളുടെ അട്രാക്ഷൻ, അവിടെ എന്ത് വേണ്ട, കോണ്ടാക്ട് വേണ്ട. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്, നമ്മുടെ ന്യൂക്ലിയസിനുള്ള അല്ലെങ്കിൽ സബാറ്റോമിക് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ്, ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഫോഴ്സ്, ഇത് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇവിടെ ആക്ച്വൽ ടച്ച് നടക്കുന്നില്ല. ഓക്കെ, സോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്. അതുപോലെ ഫ്രിക്ഷൻ എന്താണ്, കോണ്ടാക്ട് ഫോഴ്സ് ആണ്, അതും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പോവാം. ഓക്കെ, നോൺ കോണ്ടാക്ട് ഫോഴ്സിനെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോക്സ് ഇസ് ഗിവൺ എ പുഷ് അക്രോസ് ദ ഫ്ലോർ. ഇറ്റ് കംസ് ടു സ്റ്റോപ്പ് ഷോർട്ട്ലി ആഫ്റ്റർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീസൺ എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഹാപ്പൻ. ഓക്കെ, നമ്മളൊരു ബോക്സ് പുഷ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, പുഷ് ചെയ്താൽ അത് ഒരു സ്പീഡിൽ അങ്ങ് മുന്നോട്ട് പോകും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റിലോട്ട് എത്തുന്നു. അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാവിറ്റി ഈസ് ആക്ടിങ് ഓൺ ദ ബോക്സ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ബോക്സ് മൂവ്മെന്റ്. അതുകൊണ്ടാണോ അത് സ്റ്റോപ്പ് ചെയ്യുന്നത്, ഗ്രാവിറ്റി കൊണ്ടാണോ? അല്ല, ഗ്രാവിറ്റി താഴോട്ടാണ് അല്ലെ. ഒരു ഒബ്ജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അയാൾ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. അയാൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് വേണം. ഏതാ ഫോഴ്സ്? ഫ്രിക്ഷൻ. ഓക്കെ, സോ ഫ്രിക്ഷൻ ഈസ് ആക്ടിങ് ഓൺ ദ ബോക്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ബോക്സ് മൂവ്മെന്റ്. ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, പക്ഷേ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് മൂവ്മെന്റ് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റിലാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. സോ ഓപ്ഷൻ സി, ഫ്രിക്ഷൻ ഈസ് ആക്ടിങ് ഓൺ ദ ബോക്സ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ബോക്സ് മൂവ്മെന്റ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ കൊടുക്കുന്ന പുഷിംഗ് ഫോഴ്സ് എങ്ങോട്ടാണ്, മുന്നോട്ടാണ്. മോഷൻ ഫ്രണ്ടിലോട്ടാണ്. മോഷൻ ഓപ്പോസ് ചെയ്യാന്നുള്ളതാണ് ഫ്രിക്ഷന്റെ ഡ്യൂട്ടി. സോ മോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷന്റെ ഡയറക്ഷനും. സിമ്പിൾ, ലോജിക്കലാണ് അല്ലെ. ഫ്രിക്ഷന്റെ റീസൺ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഫ്രിക്ഷൻ റിലേറ്റഡ് ആണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്, ലോജിക് ആണ് അല്ലെ. സാൻഡ് ഈസ് സ്പ്രിങ്കിൾഡ് ഓൺ ദ റെയിൽവേ ട്രാക്സ് ഡ്യൂറിംഗ് ദ റെയിനി സീസൺ 2. എന്തിനാ? ഇൻക്രീസ് ഫ്രിക്ഷൻ ആണ് അല്ലെ. ഇൻക്രീസ് ഫ്രിക്ഷൻ ആണ് ബിറ്റ്വീൻ ട്രാക്സ് ആൻഡ് വീൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റെയിനി സീസണിലെ ട്രാക്സിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സാൻഡ് സ്പ്രിങ്കിൾ ചെയ്യും. നമുക്കറിയാം സാൻഡ് കൂട്ടിയാൽ എന്ത്, സാൻഡ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്താൽ സംഭവിക്കാം, അവിടുത്തെ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സാൻഡ് ആവണമെന്നില്ല. നമ്മൾ വീട്ടിലൊക്കെ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ഇന്റർലോക്ക് ചെയ്ത വീടിന്റെ മുറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിമെന്റ് ഇട്ട വീടിന്റെ മുറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാൻഡോ അല്ലെങ്കിൽ അതുപോലെ വേറെ ചില മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വിതറും. എന്തിനാ? ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സ്ലൈഡ് ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നോക്കെ, ഡ്യൂറിംഗ് ദ റെയിനി സീസൺ റെയിൽവേ ട്രാക്സ് ക്യാൻ ബിക്കം വെറ്റ് ആൻഡ് സ്ലിപ്പറി. സ്ലിപ്പറി എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ വളരെ കുറവാണ്. സോ നമ്മൾ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സാൻഡൊക്കെ സ്പ്രിങ്കിൾ ചെയ്യുന്നത്. പ്രിവെന്റ് സ്ലിപ്പിംഗ് ഓഫ് വീൽസ്, ഇംപ്രൂവ് ബ്രേക്കിംഗ് എഫിഷ്യൻസി, allows smoother acceleration and
മൂവ്മെന്റ്. ഓക്കെ, യെസ്. സോ നമ്മൾ ഇൻക്രീസിങ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്രിക്ഷൻ ചെയ്യാറുണ്ട്, ഇൻക്രീസിങ് ഫ്രിക്ഷൻ ചെയ്യാറുണ്ട് അല്ലെ. അതൊക്കെ ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് കറക്റ്റ് ആയിട്ട് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ചിട്ട് പോവാം. ഓക്കെ, റെഡ്യൂസിങ് ഫ്രിക്ഷൻ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വായിക്കുന്നതാണ് അല്ലെ. എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം അല്ലെ. ലൂബ്രിക്കൻസ് മലയാളത്തിലെ സ്നേഹകങ്ങൾ എന്നൊക്കെ പറയും അല്ലെ. ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോൾ ബിയറിങ്സ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെയോ പോളിഷിങ് സർഫസസ് അല്ലെ. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഒഴിവാക്കാനാണ്. ഫ്രിക്ഷൻ ചിലപ്പോൾ എന്താണ് നമ്മളെ ടിയർ ആൻഡ് വിയറിലോട്ട് ലീഡ് ചെയ്യും അല്ലെ. ഫോർ എക്സാമ്പിൾ എഞ്ചിന്റെ ടിയർ ആൻഡ് വിയർ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ നമ്മുടെ ചെയിൻ്റെ ടിയർ ആൻഡ് വിയർ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഗ്രീസ് ആഡ് ചെയ്യും അല്ലെ, അതുപോലെ ഓയിൽസ് ആഡ് ചെയ്യും. ഓക്കെ, സോ ഫ്രിക്ഷൻ കുറക്കുക എന്നുള്ളതാണ് ലൂബ്രിക്കൻസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ഫ്രിക്ഷൻ വേണം അല്ലെ. നമുക്കൊരു ഗ്ലാസ് ഹോൾഡ് ചെയ്യാനേ, ഓക്കെ, ഒരു ഗ്ലാസ് ഹോൾഡ് ചെയ്യാനേ അറ്റ്ലീസ്റ്റ് ഈ പെന്ന് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് പോലും ഇവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിലോ ഈ പെൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് ഇങ്ങനെ താഴോട്ട് വീഴും. ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫ്രിക്ഷൻ വേണം. ഞാൻ നടക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഫ്രിക്ഷൻ വളരെ കുറഞ്ഞ എന്ത് ചെയ്യും? സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ സാൻഡ് എല്ലാം സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടയേഴ്സിന് അല്ലെ ത്രെഡ്സ് കൊടുക്കുന്നത് ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ബ്രേക്ക് പിടിച്ചാൽ അവിടെ നിൽക്കണ്ടേ? യെസ്. ഫുട്ബോൾ ഷൂസ് ഹാവ് സ്റ്റഡ്സ്. പിന്നെയോ വെറ്റ് ബോൾ വൈപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ക്രിക്കറ്റ് പ്ലെയർ. പിന്നെ കബഡി പ്ലെയർ വൈപ്പിംഗ് ഹാൻഡ്സ് വിത്ത് സാൻഡ് അല്ലെ. അവർക്ക് ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ഫ്രിക്ഷൻ വേണം അല്ലെ. സോൾ ഓഫ് ദ ഷൂ ഈസ് ഗ്രൂഡ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. യെസ്. അടുത്തത്, ബൈ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 1 Newton one can hold a body of mass of. ഓക്കെ, 1 Newton കൊടുത്താൽ എത്ര മാസ് ഉള്ള ഒബ്ജക്റ്റിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അതായത് ഒരു ബോഡിനെ ഞാൻ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലെ. ഒരു ഫോഴ്സ് ഇതിന് മേലെ കൊടുത്താൽ എനിക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് എത്ര ഫോഴ്സ് ആണ്? അത് ഓഫ് കോഴ്സ് ഈ ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് ഹെവി ആകും തോറും നമുക്ക് എന്ത് ചെയ്യും? കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താടാ? F is equal to ma ആണ്. അത് ഇവിടെ വെയിറ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഇവിടെ എന്താകും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആകും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? F is equal to ma ആണ്. ഇവിടെ ആക്സിലറേഷൻ എന്താണ്? ഞാൻ ഈ ഫോഴ്സ് ആർക്കെതിരെയാണ് ഹോൾഡ് ചെയ്യുന്നത്? താഴോട്ട് പിടിച്ചു വലിക്കുന്നത് ആരാ? ഭൂമിയാണ്. ഇപ്പൊ ഭൂമി പിടിച്ചു വലിക്കുമ്പോൾ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് g. ഓക്കെ, സോ ഹിയർ a is equal to g which is equal to 9.8 meter per second square. ഓക്കെ, അപ്പോ F is equal to mg ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, m മാസുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ നിർത്താൻ എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ m into g. ഇയാളെ മാസ് into g ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ? 1 Newton കൊടുത്താൽ എത്ര മാസുള്ള ഒബ്ജക്റ്റിനെയാണ് നിനക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദ്യം. ഓക്കെ, സോ എഫ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1 Newton. ഓക്കെ, F is equal to 1 Newton. Okay, sorry. Okay, F is equal to 1 Newton which is equal to m, which we need to find, into g, 9.8 meter per second square. So m is equal to 1 by 9.8. Okay, F by g. F by g അതാണ് നമ്മളെ F ഫോഴ്സ് കൊടുത്താൽ എത്ര മാസുള്ള ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ഇക്വേഷൻ F by g. Okay, so 1 by 9.8 which is almost 0.102 kilogram, right? 0.102 kilogram. അതാണ് നമ്മുടെ ഉത്തരം. യെസ്, അങ്ങനത്തെ ഒരു ഉത്തരം ഇല്ല. കിലോഗ്രാം ആണെങ്കിൽ 102 kilogram ആണ്, വിച്ച് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, 0.102 kilogram എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1 kilogram എന്ന് പറഞ്ഞാൽ 1000 gram ആണ്. സോ 0.12 kilogram എന്ന് പറഞ്ഞാൽ എത്രയാണ്? 102 gram ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ചാടിക്കേറി ബി ആൻസർ ചെയ്താൽ തെറ്റിപ്പോകും. ഇവിടെ ശ്രദ്ധിക്കുക, 102 gram ആണ് അല്ലേ. 102 gram ആണ് ഉത്തരം. കിലോഗ്രാമിലോട്ട് വരുമ്പോൾ 0.102 kilogram ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ m മാസുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കണം? m into g. ഓക്കെ, 1 Newton ഫോഴ്സ് കൊടുത്താൽ നമുക്ക് എത്ര മാസ് ഉള്ള ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും? F by g, 1 by g. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രഷർ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രഷറിന്റെ ഇക്വേഷൻ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. പ്രഷറിന്റെ യൂണിറ്റ് എന്താ? പാസ്കൽ അല്ലെ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം, പാസ്കൽ എന്ന് പറയാം. പാസ്കൽ ആണ് SI യൂണിറ്റ്. ചോദ്യം എന്താണ്?
when force becomes 6 times and the applied area becomes 1/3 times, the pressure will become dash times. Okay, നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രഷർ ഉണ്ട്, ഓക്കെ, F/A ആണ്. നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഫോഴ്സ് 6 ടൈംസ് ആക്കി. ഓക്കെ, അപ്പൊ പുതിയ പ്രഷർ P ഡാഷ് ഞാൻ വിളിച്ചു. ഓക്കെ, പുതിയ പ്രഷർ P ഡാഷ് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, 6 ടൈംസ് ഫോഴ്സ് ആക്കി 6F ഡിവൈഡഡ് ബൈ ഏരിയ. പഴയ ഏരിയനേക്കാളും 1/3 ആണ് പുതിയ ഏരിയ. സോ A/3 ആണ്. സോ യു വിൽ ഗെറ്റ് എത്രയാണ്? 3 × 6 18F/A എന്ന് ആൻസർ വരും. അതായത് 18P. ഓക്കെ, പഴയ പ്രഷർ P ആണെങ്കിൽ പുതിയ പ്രഷർ 18P. ഒന്നും ചെയ്തിട്ടില്ല. P is equal to F/A. F എത്ര ആയിട്ട് മാറി? 6 ടൈംസ് ആയിട്ട് മാറി. ഏരിയ എന്തായിട്ട് മാറി? A/3 ആയിട്ട് മാറി. സോ താഴെയുള്ള 3 മുകളിലോട്ട് പോയി. 3 × 6 18P. ഓക്കെ, ഈസി ആണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാ? F is equal to ma. അത് വെയിറ്റിന്റെ കേസിലോട്ട് വരുമ്പോൾ A മാറ്റിയിട്ട് G ആക്കണം. ഓക്കെ, യെസ്. പിന്നെയോ പ്രഷർ is equal to ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇതിന്റെ യൂണിറ്റ്സ് ഒക്കെ ഓർമ്മ വേണം. ഫോഴ്സ് ന്യൂട്ടൺ ആണ് യൂണിറ്റ്, പ്രഷർ പാസ്കൽ ആണ് യൂണിറ്റ്. ഓക്കെ, യെസ്. അടുത്തത്, എ മാൻ is sitting in a boat which is floating in pond. If the man drinks some water from the pond, the level of water in the pond will. എന്താണ് സംഭവം? ഒരാൾ ബോട്ടിൽ ഇങ്ങനെ പോവാണ്. അയാൾ എന്ത് ചെയ്തു? പോണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. ഓക്കെ, ഡ്രിങ്ക് ചെയ്തു എന്നല്ല പറയുന്നത്. The man drinks some water. അയാൾ ഡ്രിങ്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ the level of water in the pond, പോണ്ടിലെ വെള്ളത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ബോയൻസിന്റെ കൺസെപ്റ്റ് അറിയണം. എന്താ ബോയൻസി? നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കുറച്ച് വെള്ളം ഡിസ്പ്ലേസ് ചെയ്യും, അല്ലെ? നമുക്ക് നിൽക്കാൻ കുറച്ച് സ്പേസ് വേണം, അല്ലെ? അപ്പൊ അത്രയും സ്പേസ് നമ്മുടെ വോളിയത്തിന് എത്രയാണോ അത്രയും സ്പേസ് വെള്ളം, അത്രയും വോളിയം വെള്ളം നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം എന്ത് ചെയ്യും? നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ വെള്ളം നമുക്ക് ഒരു ഓപ്പോസിങ് ഫോഴ്സ് തരും. അതിനെ നമ്മൾ ബോയൻ ഫോഴ്സ് എന്നൊക്കെ വിളിക്കും. നമുക്കൊരു വെയിറ്റിൽ കുറച്ച് ലെസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും, അല്ലെ? വെയിറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇതറിയണം. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റിനോട് പോവാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? നമ്മൾ ബോട്ടിൽ പോവാണ്, പോണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ പോണ്ടിലെ ജലത്തിന് നിരപ്പിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, ലെവൽ ഓഫ് പോണ്ടിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? ഓഫ് കോഴ്സ് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാലേ, ഓക്കെ, ഞാൻ ആ വെള്ളം എടുത്തു എന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കുക? പോണ്ടിലെ വെള്ളം കുറയും, ഓഫ് കോഴ്സ്, അല്ലെ? പോണ്ടിലെ വെള്ളം കുറയും. പക്ഷെ ഞാനിത് എൻ്റെ കുടിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തു, അല്ലെ? ഞാൻ എടുത്ത വെള്ളം ഞാൻ ബോട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ എൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും? അത്രയും വെള്ളത്തിന്റെ വോളിയം പോണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, ഞാൻ എടുത്ത വെള്ളത്തിന്റെ വോളിയം അവിടെ കുറഞ്ഞു, ഓഫ് കോഴ്സ്. പക്ഷെ അത്രയും വോളിയം എൻ്റെ ബോട്ട് എന്ത് ചെയ്യും? കുറച്ച് താഴും, അത് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ കുറഞ്ഞ വോളിയം എന്ത് ചെയ്യും? അത് മുകളിലോട്ട് കയറും. യാതൊരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. റിമെയിൻ സ്റ്റേഷനറി എന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാതാ. ഇയാള് ബോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് എന്താണ്? mg. ഞാൻ നേരത്തെ പറഞ്ഞു F = mg. ഓക്കെ, മുകളിലോട്ട് ഒരു അപ്ത്രസ്റ്റ് ഉണ്ട്. അതിന്റെ ഇക്വേഷൻ V ρg എന്നൊക്കെയാണ്. V ഡിസ്പ്ലേസ്ഡ് വോളിയം ആണ്. ഓക്കെ, അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ പഠിക്കുന്നത്? 9th പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചു വെച്ചോ. ഈ അപ്ത്രസ്റ്റിന്റെ വാല്യൂ U = V ρg ആണ്. V എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്ഡ് വോളിയം ആണ്. ഓക്കെ, ആ ബോട്ടിന്റെ വോളിയം. റോ എന്ന് പറയുന്നത് ലിക്വിഡിന്റെ റോ ആണ്. G പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ അതൊന്നും അറിയണ്ട ഇവിടെ ചെയ്യാനേ. നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക. ഇയാള് കുറച്ച് വെള്ളം കുടിച്ചു എന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കുക? അവിടെ വെള്ളം ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതേസമയം താഴോട്ടുള്ള വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പോൾ ആ വെള്ളത്തിന്റെ മാസം കൂടി ഉണ്ട്. അയാൾ കുടിച്ച വെള്ളത്തിന്റെ മാസം കൂടി ഇൻക്രീസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇയാൾ കുറച്ച് താഴ്ന്നു പോകും. വെള്ളം ഡിസ്പ്ലേസ് ചെയ്തും. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് ഇയാൾ കുടിച്ച വെള്ളത്തിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോണ്ടിന്റെ ലെവലിന് യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, when the pressure increases or decreases, the boiling point of water increases or decreases ആണ് ചോദ്യം. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ബോയിലിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, ബോയിലിംഗ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയണം. ഓക്കെ, ബോയിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ, ഓക്കെ, വേപ്പർ പ്രഷർ
അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് ബോയിലിംഗ് നടക്കുന്നത്. ഓക്കെ, അതായത് ഒന്നുമില്ലാതെ ഇവിടെ നോക്കി, ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ് ഇതെന്ത് ചെയ്യും, കുറച്ച് നീരാവിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലെ, ഗ്യാസ് ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പ്രഷർ വേപ്പർ പ്രഷർ എന്നാണ് വിളിക്കുന്നത്, വേപ്പർ ആയിട്ട് പോകുന്നതിന്റെ പ്രഷർ. ആ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് ഇത് ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നല്ല ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. ഈ പ്രഷർ വളരെ ഹൈ ആണെന്ന് വിചാരിച്ചോ, വെരി ഹൈ പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് നമ്മുടെ വേപ്പർ പ്രഷർ ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈക്വൽ ആകുമ്പോഴാണ് അത് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് ഹൈ ആവുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹൈ ആണോ, ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെന്നുണ്ടെങ്കിലോ, അപ്പൊ നമുക്ക് കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ ഈ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ഓക്കെ, ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ഇയാൾ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതാണ് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ പോയാൽ, ഹിമാലയത്തിലൊക്കെ പോയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, അവിടെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, വെള്ളം തിളക്കാൻ തുടങ്ങും. പക്ഷെ സാധനം എന്ത് ചെയ്യില്ല, വേവിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം എന്താ, വെള്ളത്തിന് ടെമ്പറേച്ചർ കുറവാണ്, സ്റ്റിൽ ഇത് ബോയിൽ ചെയ്യും. കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നമുക്കറിയാം, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതോറും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് കൂടി ഈ വേപ്പർ പ്രഷർ മാച്ച് ചെയ്യും. ഓക്കെ, അത് മാച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോയിലിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ വെള്ളത്തിന് കുറവാണ്, സ്റ്റിൽ ബോയിലിംഗ്, നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആകുമ്പോഴാണ് ആരുണ്ടാകുന്നത്, ബോയിലിംഗ് നടക്കുന്നത്. ഓക്കെ, യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോക്കി, മൗണ്ട് ഫുജി. ഓക്കെ, മൗണ്ട് ഫുജി പറഞ്ഞാൽ കുറച്ച് ഹൈറ്റിലുള്ള ഒരു മൗണ്ടെയിൻ, നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0.063 മെഗാപാസ്കൽ. ഓക്കെ, അപ്പോൾ അത് വളരെ കുറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് കമ്പയർഡ് ടു സീ ലെവൽ. അവിടെ നോക്കി, അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് എത്രയാ, 87 ഡിഗ്രി സെൽഷ്യസ്, അതായത് 87 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളക്കും. ഇനി ഇവിടെ നോക്കി, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0.1 മെഗാപാസ്കൽ. ഓക്കെ, അതിൽ നിന്ന് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അവിടെ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, ഇനിയോ കുറഞ്ഞാലോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വീണ്ടും കുറഞ്ഞാലോ, കൂടിയാലോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വീണ്ടും കൂടിയാലോ, 0.1 മെഗാപാസ്കൽ ആണ് നമ്മുടെ സീ ലെവലിൽ, അതിനേക്കാളും കൂടിയാലോ, അപ്പൊ നമുക്ക് നല്ല ടെമ്പറേച്ചറിൽ ഇയാള് ബോയിൽ ചെയ്യാൻ പറ്റും അല്ലേ. ബോയിലിംഗ് പോയിന്റ് 159 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം, when the pressure, the boiling point of water, pressure increase ചെയ്താൽ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസസ് ഡിക്രീസസ് അല്ല, ഡിക്രീസസ് ഇൻക്രീസസ് അല്ല, ഇൻക്രീസസ് അല്ലെങ്കിൽ ഡിക്രീസസ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസ് ചെയ്താൽ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. ബിക്കോസ് the vapor pressure has to match the atmospheric pressure. ഓക്കെ, വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും മാച്ച് ചെയ്യുമ്പോഴാണ് ബോയിലിംഗ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് 2 kilogram is sliding with a constant velocity of 4 meters per second on a frictionless horizontal table. The force required to keep the body moving with the same velocity is. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണത്. ഓക്കെ, എ ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് യൂണിഫോം motion or rest until an external unbalanced force acts on it. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ മാത്രം പഠിച്ചാൽ മതി. ഒരു ബോഡി യൂണിഫോം മോഷൻ, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാനോ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല അല്ലെ. നിങ്ങൾ ലോജിക്കാണ് അല്ലെ. ഇവിടെ നോക്കി, ഈ മൗസിന്റെ ഇവിടെ ഇയാൾ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ, ഇയാൾ റെസ്റ്റ് എന്ന് മാറ്റണമെങ്കിൽ എനിക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ഇനി ഇയാൾ ഇവിടെ നിൽക്കല്ല, റെസ്റ്റിലല്ല, ഇയാൾ യൂണിഫോം മോഷനിലാണെന്നുണ്ടെങ്കിൽ ഇയാളെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ടത്. ഒരേ വെലോസിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാൻ എന്ത് വേണ്ട, എനിക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല എന്നാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 0 ന്യൂട്ടൺ ആയിരിക്കും. ബിക്കോസ് ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ ബോഡി മൂവിങ് വിത്ത് ദ സെയിം വെലോസിറ്റി, ഒരേ വെലോസിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരേ വെലോസിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് വേണ്ട. വെലോസിറ്റി കൂട്ടണോ, വി നീഡ് ഫോഴ്സ്. വെലോസിറ്റി കുറക്കണോ, we need opposing force. ഓക്കെ, വെലോസിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് അതേ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കണം. വെലോസിറ്റി കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കണം. ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we don't need external force. Okay, that's what first law of motion says.
ഓക്കെ യെസ് ഈസി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ ചോദിക്കാൻ പോകുന്നത് അല്ലേ. ഒരു ബീക്കറിൽ 3 ഹോൾ ഉണ്ട്, 3 ഹൈറ്റിലാണ് ഹോള്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. നമുക്കറിയാം ലിക്വിഡ് പ്രഷർ ആണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഓക്കെ ലിക്വിഡ് പ്രഷർ താഴോട്ട് ഇറങ്ങും തോറും അല്ലെങ്കിൽ ഡെപ്ത് കൂടുന്തോറും ഇൻക്രീസ് ചെയ്യും. ഓക്കെ അപ്പൊ നമ്മൾ ഹോൾ ഇട്ടാൽ ഈ ആറിലൂടെ ആയിരിക്കും നല്ല പ്രഷറിൽ വെള്ളം വരിക, ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് മോർ ഡെപ്ത്. ഓക്കെ കൂടുതൽ ഡെപ്തിലുള്ളത് ആരാണ്? ആറാണ്. പിന്നെ ക്യൂ ആയിരിക്കും, പിന്നെ പി ആയിരിക്കും. ഓക്കെ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കാം. വാട്ടർ ഫ്ലോയിങ് ത്രൂ ഓൾ ഹോൾസ് വിൽ ട്രാവൽ സെയിം ഡിസ്റ്റൻസ്. തെറ്റാണ്. വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ ഹോൾ ക്യൂ വിൽ ബി മാക്സിമം, അല്ല ആർ വിൽ ബി മാക്സിമം. ഓക്കെ വാട്ടർ ഫ്ലോയിങ് ത്രൂ ആർ വിൽ ബി മോർ ദാൻ ക്യൂ. അത് ശരിയാണ് അല്ലെ. ആർ വിൽ ബി മോർ ദാൻ ക്യൂ ബട്ട് ലെസ് ദാൻ പി. അത് തെറ്റാണ്. ഏറ്റവും കുറവുള്ളത് ആരാ? പി ആണ്. ഓക്കെ വാട്ടർ ഫ്ലോയിങ് ത്രൂ ഹോൾ പി വിൽ മൂവ് എ സ്മോളർ ഡിസ്റ്റൻസ് ആസ് കമ്പയർഡ് ടു ക്യൂ ആൻഡ് ആർ. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് അല്ലെ. പി ആണ് ഏറ്റവും കുറവ് ഡിസ്റ്റൻസിൽ, കാരണം അതാണ് ഏറ്റവും മുകളിലെ ഏറ്റവും ഡെപ്ത് കുറവുള്ളത് അതിനാണ്. ഓക്കെ ഡെപ്ത് താഴോട്ട് പോകുന്നതോറും പി ലിക്വിഡ് ഇൻക്രീസസ്. ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഠിച്ചു വെച്ചോ. പി ലിക്വിഡ് ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. അതായത് എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ്. ഡെപ്ത് ഇൻക്രീസ് ചെയ്താൽ ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസ് ചെയ്താൽ ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ ഈസി ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈ പ്രഷറാണ് താഴെ. ഓക്കെ മുകളിൽ ലോ പ്രഷറാണ്. പ്രഷർ കൂടുമ്പോൾ ആ ജെറ്റിന്റെ സ്പീഡ് അല്ലെ, ആ വെള്ളം വരുന്ന സ്പീഡ് പ്രഷർ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് എ ഡാം. ഓക്കെ അപ്പൊ ഡാമിന്റെ എന്തോ സ്ട്രക്ചറിനെ പറ്റിയാണ് ചോദ്യം. നിങ്ങൾ ഈ ഡാം നോക്കിയാൽ ഇവിടെ നോക്കി, ഡാമിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും. നമ്മളൊരു സൈഡിൽ നിന്ന് ക്രോസ് സെക്ഷൻ നോക്കിയ ഒരു ട്രയാങ്കിൾ പോലെ. അടിയിൽ ഇങ്ങനെ വൈഡ് ആയിരിക്കും, മുകളിൽ ഇങ്ങനെ ആ വൈഡ്നെസ് കുറേ തിന്നായിട്ട് വരും. കാരണം എന്താ? ആ ലിക്വിഡ് പ്രഷർ തന്നെ താഴോട്ട് പോകും തോറും ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ആസ് ഡെപ്ത് ഇൻക്രീസസ് ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ്. അപ്പൊ താഴെയായിരിക്കും ഏറ്റവും ഹൈ പ്രഷർ. ഇതിനെ താങ്ങണമെന്നുണ്ടെങ്കിൽ, ആ ലിക്വിഡ് പ്രഷർ താങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിക്നെസ്സിൽ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. Walls widen at the base due to increased water pressure with depth. Yes, option A നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ താഴെ വൈഡൻ ആണ് ബിക്കോസ് ഇൻക്രീസ്ഡ് വാട്ടർ പ്രഷർ. Walls widen at the base due to decreased water pressure. തെറ്റാണ്. Walls shorten at the base. തെറ്റാണ്. Walls shorten at the base. തെറ്റാണ്. Okay widen at depth. Shorten shortest at okay shorten at height. Okay മുകളിൽ തിന്നും താഴെ തിക്കും. ഓക്കെ യെസ് യെസ് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ നോക്ക്, നമുക്ക് ആകെ അറിയേണ്ട ഇക്വേഷൻ പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എന്താ സംഭവം? ഒരു എക്സ് ലെങ്ത് ഉള്ള ഒരു ക്യൂബ് ഉണ്ട്, 4x ലെങ്ത് ഉള്ള ഒരു ക്യൂബ് ഉണ്ട്. രണ്ടാളെ വെയിറ്റ് ഈക്വൽ ആണ്. ഓക്കെ ഓക്കെ ക്യൂബ് ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്. ഒരാളെ സൈഡ് എക്സ് ആണ്, മറ്റൊരാളെ സൈഡ് 4x ആണ്. ഓക്കെ രണ്ടാളെ വെയിറ്റും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രഷർ, ഓക്കെ പ്രഷറിന്റെ the pressure exerted by another cube of the same weight and the side 4x. അതായത് ഈ ചെറിയ ക്യൂബ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പി ആണെന്നുണ്ടെങ്കിൽ ഈ 4x ക്യൂബ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണെന്നാണ് ചോദ്യം. ഓഫ് കോഴ്സ് അത് കുറവായിരിക്കും, കാരണം സെയിം വെയിറ്റ് ആണ്, സെയിം ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഏരിയ മാറുന്നുണ്ട്. ആ ഏരിയ എത്ര മാറുന്നത് അല്ലെങ്കിൽ ഏരിയ കൂടുന്നുണ്ട്, അത് എത്രയും കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ ആയി. ഓക്കെ അപ്പൊ ആദ്യത്തെ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാം. പ്രഷർ ഇസ് ഈക്വൽ ടു weight of that ചെറിയ ക്യൂബ്. ഓക്കെ വെയിറ്റ് ഓഫ് ദാറ്റ് സ്മോൾ ക്യൂബ് ഞാൻ എഫ് എടുത്തു, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആണ് അല്ലെ. എക്സ് സ്ക്വയർ, എക്സ് ആണ് ഒരു സൈഡ്, സോ ഏരിയ 3x into x. ഓക്കെ രണ്ടാമത്തേതോ പുതിയ പി ഡാഷ് ഇസ് ഈക്വൽ ടു സെയിം വെയിറ്റ് ആണ്, സോ സെയിം ഫോഴ്സ് ഡിവൈഡഡ് ബൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് കേട്ടോ അല്ലെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് നമ്മൾ വെയിറ്റ് എന്ന് വിളിക്കുന്നത്, mg. ഓക്കെ പുതിയ ഏരിയ എത്രയാണ്? 4x ആണ് ഒരു സൈഡ്, സോ 4x into 4x 16x square. Okay so p dash is equal to p by 16 എന്ന ആൻസർ വരും. ഓക്കെ p by 16 ഏരിയ 4 times ആയി, പ്രഷർ 16 1/16 ആയി അല്ലെ. 1/16 ആയി, കാരണം എന്താ? ഏരിയ കൂട്ടിയാൽ അതിനനുസരിച്ച് പ്രഷർ കുറയും. ഓക്കെ അപ്പോൾ 4 times ആക്കിയാൽ പ്രഷർ 1/16 ആകും. യെസ് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. when a body of density rho and a volume V is floating in a liquid of density sigma. Okay
നമ്മുടെ കയ്യിലൊരു ബോഡി ഉണ്ട്. ഓക്കെ, വോളിയം വി ആണ്, അല്ല ഡെൻസിറ്റി റോ ആണ്. അതൊരു ലിക്വിഡ് സിഗ്മ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ട്രൂ വെയിറ്റ് ഈസ് വി സിഗ്മ ജി. തെറ്റാണ്. ഓക്കെ, വെയിറ്റ്, ഓക്കെ, വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ജി. ഓക്കെ, ഇവിടെ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പോൾ മാസ് ഇസ് ഈക്വൽ ടു റോ വി ആണ്. മാസ് ഇസ് ഈക്വൽ ടു റോ വി ഇൻറ്റു ജി. റോ വി ജി ആണ്, റോ വി ജി, അല്ലാതെ സിഗ്മ വി ജി അല്ല, അല്ലെങ്കിൽ വി സിഗ്മ ജി അല്ല. സിഗ്മ ആരാണ്? ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, അതിന് വാട്ടറിന്റെ വെയിറ്റ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഓപ്ഷൻ എ തെറ്റാണ്. ഇറ്റ്സ് അപ്പാരന്റ് വെയിറ്റ് ഈസ് വി സിഗ്മ ജി. അപ്പാരന്റ് വെയിറ്റ് പറഞ്ഞാൽ എനിക്ക് 100 ന്യൂട്ടൺ ഉണ്ട്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയാൽ 80 ന്യൂട്ടൺ ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിച്ചോ. 20 ന്യൂട്ടൺ ബോയിന്റ് ഫോഴ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ 80 ന്യൂട്ടൺ ആണ് അപ്പാരന്റ് വെയിറ്റ്. അത് വി സിഗ്മ ജി, വി റോ ജി ആണോ? തെറ്റാണ്. വി റോ ജി ആണോ? അല്ല, വി സിഗ്മ ജി ആണ്. ഓക്കെ, വി സിഗ്മ ജി. അത് തന്നെ വി ഡിസ്പ്ലേസ്ഡ് വോളിയം ഒക്കെയാണ്. ഓക്കെ, സോ അത് പൊട്ട തെറ്റാണ്. നമ്മൾ അതിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ട, കറങ്ങാൻ തിരിയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് അപ്പാരന്റ് വെയിറ്റ് ഇസ് 0. കറക്റ്റ് ആണ്. ഒരു ബോഡി ഒരു വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി ആ വെള്ളത്തിന്റെ ഡെൻസിറ്റിനേക്കാളും കുറവായിരിക്കും അല്ലേ. ഒരു പഞ്ഞി അല്ലേ, ഒരു പഞ്ഞി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെള്ളത്തിൽ ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്ത് കളിക്കും. കാരണം എന്താ, അതിന്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാളും കുറവാണ്. അല്ലെങ്കിൽ ഒരു പേപ്പർ ഫ്ലോട്ട് ചെയ്ത് കളിക്കും, ബിക്കോസ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ വാട്ടേഴ്സ് ഡെൻസിറ്റി. പക്ഷെ ഒരു കോയിൻ എന്ത് ചെയ്യും, താഴോട്ട് ഡിപ്പ് ചെയ്യും. കാരണം എന്താ, കോയിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ഫ്ലോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്ലോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്തു. ഓക്കെ, ഇയാൾ വെയിറ്റിനെ ബോയിന്റ് ഫോഴ്സ് ബാലൻസ് ചെയ്യും. അപ്പോൾ എനിക്ക് വെയിറ്റ് ഇല്ല, ഞാൻ 100 ന്യൂട്ടൺ ഉള്ള ഒരാളെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഫ്ലോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയിന്റ് ഫോഴ്സ് 100 ന്യൂട്ടണാണ്. താഴോട്ട് 100 ന്യൂട്ടൺ, ബോയിന്റ് ഫോഴ്സ് മുകളിലോട്ട് 100 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ അപ്പാരന്റ് വെയിറ്റ് എത്രയാ? 0. അപ്പാരന്റ് വെയിറ്റ് 0. ഓക്കെ, അപ്പാരന്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ വെയിറ്റ് മൈനസ് ബോയിന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഫോഴ്സ് ആൻഡ് പ്രഷർ നന്നായിട്ട് പഠിക്കാം. 2 ഇക്വേഷൻ നമുക്ക് ഇത് പഠിക്കാനുള്ളൂ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, പിന്നെയോ എഫ് ഇസ് ഈക്വൽ ടു എം ജി. ഓക്കെ, പിന്നീട് കുറച്ച് റിലേഷൻസ് ഒക്കെയാണ്. ലിക്വിഡ് പ്രഷർ ഡെപ്ത് കൂടുമെന്ന് നമുക്കറിയണം. ഓക്കെ, പിന്നീടോ നമ്മൾ ബോയിന്റ് ഫോഴ്സിന്റെ കോൺസെപ്റ്റ്, ഓക്കെ, അതൊക്കെ അറിയണം. അപ്പാരന്റ് വെയിറ്റ്, നമ്മൾ ബോയിന്റ് ഫോഴ്സ് കൂടിയാൽ അപ്പാരന്റ് വെയിറ്റ് കുറയും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ഇല്ല. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ ഫോഴ്സ് ആൻഡ് പ്രഷർ ജനറൽ ആയിട്ട് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ബിലോ. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും NSMCക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, രജിസ്റ്റർ ചെയ്യേണ്ട QR കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, QR കോഡ് സ്കാൻ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതാ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, nsmc.examvlearning.com, അടിച്ചു നോക്കുക. ഓക്കെ, ചെറിയ രജിസ്ട്രേഷൻ ഫീ ഉള്ളൂ. നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പോഷർ കിട്ടും. ഓക്കെ, കേരളത്തിലെ അടിപൊളി കുട്ടികളായിട്ട് അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മത്സരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.